കോമഡിയും മിമിക്സും പിന്നെ ഞാനും. സംപൂജ്യരായ കലാസ്നേഹികളെ, വർക്കല വ്ലാറ്റിനി തിയേറ്റേഴ്സിന്റെ 1ാമത് നാടകം ആരംഭിക്കുന്നു. നാടകത്തിന്റെ രചയിതാവും സംവിധായകനുമായ ശ്രീ ഹസൻ കോയ മുസ്ലിയാർ നാടകത്തെക്കുറിച്ച് 2 വാക്ക്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഈ നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന ദുഷ്ടവിചാരങ്ങളുടെയും ദുർമാർഗങ്ങളുടെയും കഥയാണ്. ദീപാവലിയിൽ വെക്കുന്ന പടക്കങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പടക്കങ്ങളുടെ നിർവികാരങ്ങളുടെ കഥയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നാടകം ആരംഭിക്കുന്നു. ഈ നാടകത്തിന്റെ പേര് എരിയുന്ന കൊണ്ട് നിൻ കൽബിലോ അതോ എൻ കൽബിലോ, അഥവാ നിന്റുള്ളിലോ എന്തുള്ളിലോ ഗുണ്ട്. പന്തം കരിമരുന്ന് മാറ്റിക്കോ, പന്തം കരിമരുന്ന് മാറ്റിക്കോ. ഇങ്ങനെ സന്ധ്യയ്ക്ക് തീ കൊളുത്താനല്ലാതെ സ്വന്തമായി 2 കമ്പിപ്പൂത്തിരി തീർക്കാൻ എന്നെ അനുവദിക്കുന്നില്ലല്ലോ എന്റെ ഇടുമ്പസ്വാമി. അതങ്ങനെ ഭർത്താവെന്ന് പറഞ്ഞ് ഒരെണ്ണമുണ്ട്. എവിടെ ഒരു അമിട്ട് പൊട്ടിയതിന്റെ ശബ്ദം കേട്ടിട്ട് ഗുണ്ടിനെ ചുരുട്ടിയിട്ടതുപോലെ കിടപ്പ് തുടങ്ങിയിട്ട് വർഷം 2ആയി. ഒരച്ഛനുള്ളതൊട്ട് പറയുകയും വേണ്ട. രാധാമണി, അല്ല, ഇതാര് രാഘവേട്ടനോ? അപ്പോ രാധാമണി എന്നെ മറന്നിട്ടില്ല. ഇന്ന് ഞാൻ വെറും രാഘവനല്ല, ഡൈനാമിക് രാഘവൻ. കുറച്ചു കാലം കൊണ്ട് തന്നെ മിമിക്രിയിൽ വളരെയധികം വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്, പ്രകടമായ വ്യത്യാസങ്ങൾ. അതായത് ഇപ്പോൾ ഒരാളെ അനുകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും പണ്ട് ഇതുപോലെ കഷ്ടപ്പാടുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒത്തിരി കൂടുതൽ കഷ്ടപ്പാടുണ്ട്. അതായത് കോസ്റ്റ്യൂം വരെ ശ്രദ്ധിച്ചു തുടങ്ങണം. എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് പോരാ, ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യണം. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഹിറ്റായ ഡയലോഗ് എടുത്ത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഓരോ സിനിമ വരുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് കഷ്ടപ്പെടണം. പിന്നെ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ അനുകരിക്കുന്ന കാര്യത്തിൽ വന്നു. പിന്നെ ഇപ്പൊ സ്കിറ്റുകളുടെ കാര്യം പറയുവാണെങ്കിൽ നേരത്തെയൊക്കെ ഒരു 98% നമ്മൾ ലൈവ് സ്കിറ്റുകൾ തന്നെ. ലൈവ് സ്കിറ്റുകൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പഞ്ച് വേറെയാണ്. ലൈവ് സ്കിറ്റുകൾ കാണാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ എന്നാലും അതിനൊരു മ്യൂസിക് പഞ്ച് കുറവുണ്ടാവും. ഈ ഡയലോഗ്സ് ഒക്കെ ഫുള്ള് നമ്മൾ കൗണ്ടർ, എത്ര പേരുണ്ട് അവരെല്ലാവരും കറക്റ്റ് പൊസിഷൻ വരണം, കറക്റ്റ് ഡയലോഗ് പഠിച്ചു വെക്കണം, ഒന്നും തെറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒത്തിരി എന്താ പറയാ, ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു അതിന്റെ പുറകിൽ. ഇപ്പൊ കുറച്ചും കൂടി ഈസിയറാണ്. അതായത് റെക്കോർഡഡ് സ്കിറ്റ് ഒക്കെ വന്നപ്പോ പകുതി പണി അങ്ങോട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ കഴിയും. റെക്കോർഡിംഗ് നമ്മൾ നോക്കി വായിച്ച് കറക്റ്റ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിടുക. ചിലപ്പോൾ നമുക്ക് വേണ്ടി വേറെ ആർക്കെങ്കിലും റെക്കോർഡ് ചെയ്യാൻ നല്ല സൗണ്ട് ഉള്ളവർക്കോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ മ്യൂസിക് പഞ്ചായി ഓരോന്നിനും. അപ്പോ രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണുള്ളത്. അപ്പൊ നേരത്തെക്കാൾ കുറച്ചും കൂടി കഷ്ടപ്പാട് കുറവാണ്. പക്ഷെ എന്നാൽ കോമഡിയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ചെയ്താലും ഇപ്പോ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ വെറും രാഘവനല്ല, ഡൈനാമിക് രാഘവൻ. 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ രാഘവേട്ടൻ. രാഘവേട്ട, മറന്നിരുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എന്തിനാണ് ഈ വീടിപ്പടക്കുമായി വന്നത്? വെറുതെ വീടിപ്പടക്കത്തോട് ഒരു താല്പര്യം തോന്നി, അത്രമാത്രം. എന്റെ എല്ലാമാണ് ഈ വീടിപ്പടക്കം. മത്താപ്പു, നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അച്ഛന്റെ കൂടെ വെടിക്കെട്ടിന് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പടക്കശാലയിൽ നിന്നും എന്നെ ചവിട്ടിയിറക്കിയത്. അന്ന് എനിക്ക് വെറും കാവൽക്കാരന്റെ ജോലി. ഇന്ന് ഞാൻ മട്ടാഞ്ചേരിയിൽ അണുബോംബ് ബിസിനസ് നടത്തുന്നു. അപ്പോൾ രാഘവേട്ടൻ വലിയ നിലയിലായി അല്ലേ? അതെ, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 4ാമത്തെ നിലയിൽ നിന്നും താഴെ ഇറങ്ങിയത്. അതൊക്കെ പോട്ടെ, അണുബോംബ് കെട്ടിക്കെട്ടി ഏതെങ്കിലും പൂരം തറവാട്ടിലെ മത്താപ്പൂവിനെ സ്വീകരിച്ചോ? ഇല്ല, നിന്നെ അല്ലാതെ മറ്റൊരു മത്താപ്പൂവിനെയും സ്വീകരിക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ഇതാരാ? ഇതാണ് അപ്പുറത്തെ മണിയൻ. അവൻ എന്നാ ചെയ്തെന്നറിയോ? വെടിക്കെട്ടുകാരനായ എന്നെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുക. മോളെ രാധാമണി. അയ്യോ അച്ഛൻ, നീ എന്താണ് ഇവിടെ? അത് ചോദിക്കാൻ താനാണാണാണാണാവോ? ഞാനോ? കുഞ്ഞുനാളിൽ കുറ്റിപ്പടക്കം കത്തിക്കണമെന്ന് വാശി പിടിച്ച നിന്നെ ഓടിച്ചിട്ട് തല്ലിയ ഈ ഗുണ്ടുപാറകുറെ നിനക്ക് ഓർമ്മയില്ല അല്ലേ? എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ ഗുരുനാഥൻ രാഘവ. രാഘവ, രാഘവ. അമയക്കിങ്ങട് കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് സ്റ്റേജിന്റെ മുൻപിലിരിക്കുന്ന കൊച്ചു വാപ്പിളി പയ്യന്മാർ മുറുക്ക്, ജിലേബി, പുളിമുട്ടായി, പല്ലുമുട്ടായി എന്നിവ തിന്ന് ഞങ്ങളെ വല്ലാതെ കൊതിപ്പിക്കുന്നു. ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഓർമ്മിച്ചാൽ അന്ന്
അവസാനം വയറിളകി പിള്ളേർ ചത്തുപോയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. നാടകം തുടരുന്നു. രാഘവ, അപ്പോ നീ മറന്നിട്ടില്ല അല്ലേ? ഗുണ്ടേതാ അമ്മിട്ടേതാ എന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ എന്റെ മകളെ പൊട്ടാസ് കാണിച്ച് മോഹിപ്പിച്ചിട്ട് പോയ നിന്നെ ഞാൻ ഇന്നാ കാണുന്നത്. അതുകൊണ്ട് ഈ പടക്കശാലയിൽ നിന്നും ഈ നിമിഷം ഇറങ്ങണം. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പടക്കശാലയുടെ തിരുമുറ്റത്ത് ജനിച്ചു എന്നൊരു തെറ്റേ അവള് ചെയ്തിട്ടുള്ളൂ. അതിന് അവളെ വീണ്ടും തിരികൊളുത്തി സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. അതിന് നീ കത്തുമെന്ന് തോന്നുന്നില്ല. Why? I will do the impossible. എന്തുകൊണ്ട്? ഒരു വർഷത്തിന് മുമ്പ് മറ്റൊരാൾ അവളുടെ കഴുത്തിൽ തിരികൊളുത്തി. മുതലാളി, മുതലാളി, മുതലാളി! എന്താടാ രാമു, എന്തു പറ്റി? മുതലാളി, പൊട്ടില്ല, പൊട്ടില്ല, പൊട്ടില്ല എന്നാര് പറഞ്ഞു? ഞാനും എന്റെ ശിഷ്യന്മാരും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗുണ്ട് പൊട്ടില്ലെന്ന് പറയാൻ നീ ആരാടാ പട്ടി? അയ്യോ, അതല്ല. പിന്നെ അമ്പലത്തിൽ പോവാൻ കൊച്ചമ്മയ്ക്ക് പൊട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. ഇനി നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ നിന്നെ ഞാൻ പൊട്ടിക്കും. ഇറങ്ങിപ്പോടാ വേലക്കാരാ. ശരി മുതലാളി. മോളെ, നേരം എടുത്തപ്പോൾ മുതൽ ഈ അച്ഛൻ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാൻ എന്തെങ്കിലും? ഏറുപടക്കവും കരിമരുന്ന് ജ്യൂസുമുണ്ട്. നന്നായി, എന്നാ ഞാൻ പോയി കഴിച്ചിട്ട് വരാം. മത്താപ്പു, എനിക്ക് വല്ലാത്ത തലവേദന. പാമ്പ് ഗുളിക വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നിങ്ങെടുക്ക്. ഉണ്ടായിരുന്ന ഒരു പാമ്പ് ഗുളിക കതിനയിൽ കലക്കി എന്റെ ഭർത്താവിന് കൊടുത്തു. മത്താപ്പു, രാഘവേട്ട, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുമോ? പറയൂ രാധാമണി, പറയൂ. നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. എന്താണ്? ഇവിടെ കെട്ടിവെച്ചിരിക്കുന്ന മാലപ്പടക്കം പോകും വഴി കാക്കുന്ന മലനടയിലൊന്ന് കൊടുത്തേക്കാമോ? ഇവിടെ കെട്ടിവെച്ചിരിക്കുന്ന മാലപ്പടക്കം പോകും വഴി കാക്കുന്ന മലനടയിലൊന്ന് കൊടുത്തേക്കാമോ? നീ എന്നെ വല്ലാതെ കൊതിപ്പിച്ചു. കൊതിയൻ രാധാമണി! അതെന്റെ ഭർത്താവ് സുകുമാരനാണ്. നാട്ടുകാര് ഗുണ്ട് സുഖു എന്ന് വിളിക്കും. അങ്ങേര് വന്നാൽ ഇവിടെ വെടിക്കെട്ട് തുടങ്ങും. അതുകൊണ്ട് വേഗം പോയിക്കോ. പോകാൻ. ശരി, ഞാൻ കാരണം ഇവിടെ ഒരു വെടിക്കെട്ട് പൂരം ഉണ്ടാകണ്ട. പക്ഷേ പോയിട്ട് ഞാൻ തിരിച്ചു വരും. ഇറങ്ങി പോവാൻ. സത്യം പറയടേ, ആരായപ്പോ ഇവിടെ നിന്ന് പോയത്? അത് ഉത്സവത്തിന് വെടിക്കെട്ട് ബുക്ക് ചെയ്യാൻ വന്ന കമ്മിറ്റിക്കാരാ. അപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞല്ലേ നീ ഒരു ബുക്കിംഗ് ആഫീസാണെന്ന്? ഇനി ഒന്നും വിളിക്കണ്ട. വെയിലത്ത് വെച്ചാൽ ചൂട് കൂടും, കാറ്റത്ത് വെച്ചാൽ തണുത്തു പോകുമെന്ന് കരുതേ കട്ടിലിൽ കിടന്നുകൊണ്ടല്ലേടേ നിന്നെ ഞാൻ നോക്കിയത്. സത്യം പറയടേ, എന്റെ കുറ്റിപ്പടക്കത്തിന് മരുന്ന് നിറച്ചത് ഞാനോ അതോ രാഘവനോ? പറയാം, ഞാൻ എല്ലാം പറയാം. രാധാമണി, നീ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ? ഇനി നീ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. ഇതാണ് നിന്റെ വിധി. നീലമേഘമേ, നിന്റെ ഉള്ളിലെ നൊമ്പരങ്ങളും പെയ്തൊഴിഞ്ഞുവോ? ക്ഷമിക്കണം അച്ഛാ, ഇതാണ് നിങ്ങളുടെയും വിധി. നിലാവുമായി മാഞ്ഞ പഞ്ചമി രാത്രിനാവിൽ നീ യാത്രയാകയോ? ഇതാരേത് സുരേ? ഈ സീന് നാടകത്തില്ലല്ലോ. ഇത് ആരേത്? ആര്? ഞാനോ? ഞാൻ ഇയാളാ ഭാര്യ. എല്ലാവരുടെയും വിധി ഇയാളല്ലയോ തീരുമാനിക്കുന്നേ? ഇയാളുടെ വിധി ഞാൻ തീരുമാനിക്കാം. ഇതാണ് നിങ്ങളുടെ വിധി. അങ്ങനെ കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാം പുതിയ മിമിക്രി കലാകാരന്മാർക്ക് അവസരങ്ങൾ നൽകുന്നു. അഭിഷേകയുടെ വിലാസം: ടു ദി ഡയറക്ടർ, കൊച്ചിൻ ഗിന്നസ്, ആസാദ് റോഡ്, സൗത്ത് എൻഡ്, കൊച്ചിൻ 682017. ഫോൺ നമ്പർ 9846122880 9846122880. അങ്ങനെ കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ പതിപോലെ തന്നെ ഞാൻ പറയുകയാണ്, കാണാൻ മറക്കരുത്. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 7:30, എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചക്ക് 12:30 കോമഡിയും മിമിക്സും പിന്നെ ഞാനും. കോമഡിയും മിമിക്സും പിന്നെ ഞാനും.